സിപിഎമ്മിലെയും കോൺഗ്രസിലെയും ഉന്നതരായ രണ്ടു നേതാക്കൾ ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് കണ്ണൂർ. കെപിസിസി അധ്യക്ഷൻ കെ സുധാകരനും സിപിഎമ്മിലെ മുതിർന്ന നേതാവായ എം.വി. ജയരാജനുമാണ് കണ്ണൂരിൽ മത്സരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കണ്ണൂരിൽ നടക്കുന്നത്. പൗരത്വ നിയമവും ദേശീയ രാഷ്ട്രീയവും ഉയർത്തിപ്പിടിച്ചാണ് LDFന്റെ പ്രചരണം. കെ സുധാകരൻ എം പി ഫണ്ട് കാര്യമായി ഉപയോഗിച്ചില്ല എന്നതും മുഖ്യ പ്രചരണ വിഷയമാണ്. 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5ഉം LDFനൊപ്പമാണ്. അതുകൊണ്ട് ഇത്തവണ അനായാസം ലോക്സഭാ സീറ്റ് പിടിക്കാമെന്നാണ് LDF കരുതുന്നത്. ഇത്തവണയും ജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് കെ സുധാകരൻ. വലിയ തോതിലുള്ള പ്രചരണമാണ് മണ്ഡലത്തിൽ കെ സുധാകരൻ നടത്തുന്നത്. പരമാവധി സ്ഥലങ്ങളിൽ നേരിട്ടെത്തിയാണ് പ്രചരണം. സിപിഎമ്മിന് പാർട്ടി ഗ്രാമങ്ങൾ ഉള്ളതുപോലെ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളുണ്ട്. കണ്ണൂരിലെ കുടിയേറ്റ മലയോര മേഖലകളിൽ ശക്തമായ സ്വാധീനം പരമാവധി പ്രയോജനപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന സി രഘുനാഥാണ് NDA സ്ഥാനാർത്ഥി. RSSന് പല മേഖലകളിലും ശക്തമായ സ്വാധീനമുണ്ട്. പരമാവധി വോട്ടുകൾ നേടി കണ്ണൂരിൽ ശക്തി തെളിയിക്കുക എന്നതാണ് BJPയുടെ പ്രാഥമിക ലക്ഷ്യം. പ്രവചനാതീതമാണ് കണ്ണൂരിലെ മത്സരഫലം. മുൻപ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ LDFനെയും UDFനെയും മണ്ഡലത്തിലെ ജനം പിന്തുണച്ചിട്ടുണ്ട്. അതാത് സമയത്തെ രാഷ്ട്രീയ പശ്ചാത്തലവും സ്ഥാനാർത്ഥികളോടുള്ള താൽപര്യവും കണ്ണൂരിൽ വോട്ടാകാറുണ്ട്. സിപിഎമ്മിനും കോൺഗ്രസിനും ശക്തമായ വേരോട്ടമുള്ള മണ്ണിൽ പ്രമുഖ നേതാക്കന്മാർ ഏറ്റുമുട്ടുന്നതോടെ അഭിമാന പോരാട്ടം നടക്കുന്ന മണ്ഡലമായി കണ്ണൂർ മാറി.